നമസ്കാരം. ചാനൽ 91ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഓണാട്ടുകരയിലെ ചില വ്യത്യസ്ത കാഴ്ചകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓണാട്ടുകരയിലെ ഉത്സവമേളകളിൽ, അതായത് നമ്മുടെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെക്കോർഡ്സിൽ വരെ നമ്മൾ ഇടം നേടിയിട്ടുള്ള നന്ദികേശ ശിരസ് ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ശിരസ് നിർമ്മാണ ഘട്ടം ആണ് നമ്മളിപ്പോൾ നിങ്ങളിലൂടെ എത്തിക്കാൻ പോകുന്നത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം കലാകാരന്മാരുണ്ട്. മുൻനിരയിലും അതേപോലെ തന്നെ മറഞ്ഞു നിൽക്കുന്ന ധാരാളം കലാകാരന്മാർ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതിലൊരു കലാകാരനെയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മുന്നേ ഒരു വീഡിയോയിൽ, എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കലാകാരനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. ബാക്കി കാര്യങ്ങളൊക്കെ, ഇവിടെ നടക്കുന്ന ഈ ഒരു നിർമ്മാണ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കലാകാരൻ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇദ്ദേഹത്തിന്റെ കലാക്ഷേത്രയിലാണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രരചന, അതേപോലെ തന്നെ നന്ദികേശ ശിരസിന്റെ നിർമ്മാണം. അപ്പം അതിലൊരു നിർമ്മാണ പ്രക്രിയയിലാണ് ഇവിടെ ഇപ്പം ആശാനും ശിഷ്യ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഹായ്. ഇപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദികേശ ശിരസ്, അതിൻ്റെ അവസാന ഘട്ട മിനുക്കുണിയാണ്. അതായത് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഉത്സവ സീസണിൽ ഇനിയിപ്പം ഞങ്ങൾക്ക് സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ ഉത്സവം ഇനിയിപ്പോൾ അടുപ്പിച്ച് ഇനിയിപ്പം ഓണാട്ടരയ്ക്ക് 6 മാസക്കാലത്തോളം ഉത്സവമാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള നന്ദികേശന്മാരുടെ ശിരസ്, ഇതിപ്പോൾ ഇരിക്കുന്നതെല്ലാം പലതും പല ഇടങ്ങളിൽ നിന്നുള്ളതാണ്, പല വലിപ്പത്തിലുള്ളതുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ നന്ദികേശ ശിരസിന്റെ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ശിവക്ഷേത്രങ്ങളിലായിരുന്നു. ഇപ്പം ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും നന്ദികേശനെ കെട്ടുകാഴ്ചയായിട്ട് അല്ലെങ്കിൽ, അതായത് ഓണാട്ടുകരയുടെ കാർഷിക ഉത്സവമായിരുന്നു. കാർഷിക ഉത്സവത്തിന്റെ ബേസ് ആയിട്ടാണ് നന്ദികേശന്മാർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതായത് പണ്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കച്ചി ഒക്കെ വെച്ച് നന്ദികേശനെ ഉണ്ടാക്കി ഉത്സവം, അവരുടെ കൊയ്ത്തുത്സവം ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്ഥിരം കാഴ്ചയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, ഒരുപാട് ഹൈറ്റുള്ള ശിരസ് വരെ, 10-15 അടി ഹൈറ്റൊക്കെ ഉള്ള ശിരസ് വരെ. ഇതിപ്പം മെയിനായിട്ട് ഇത് എന്താണ്? തടിയാണല്ലോ. ഇതിപ്പം തടിയിലുണ്ടാക്കിയിരിക്കുന്നതാണ്. തടിയിലുണ്ടാക്കിയിരിക്കുന്നതിൽ ശില്പം ചെയ്തെടുത്തിട്ട് അത് പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് എത്ര ദിവസം ഇപ്പൊ പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്? അത് ഉണങ്ങിയിട്ടില്ല. ഇത് എത്ര ദിവസം ഉണ്ട് ഇതിന്റെ മിനുക്ക് പണികളൊക്കെ? അത് പിന്നെ സമയം പോലെ ഇരിക്കും. ഇപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് സമയമല്ല നോക്കുന്നത്, അവൻ്റെ മൂഡാ. അവനെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഒരുപാട് അത്യാവശ്യം വരുമ്പോൾ ഇത് പെട്ടെന്ന് ഇരുന്ന് ചെയ്തു തീർക്കും. ഇവിടെ ഇപ്പൊ കാണാൻ സാധിക്കും പല മൂലകളിലായിട്ട് ധാരാളം നന്ദികേശ ശിരസ് ഉണ്ട്. ഇതെല്ലാം ഒരു ക്ഷേത്രത്തിലേക്കുള്ളതാണോ അതോ പല ഇടങ്ങളിലുള്ള? ഇതെല്ലാം പലതും പല ക്ഷേത്രങ്ങളിലുള്ളതാണ്, പലരും ചെയ്തതാണ്. ഇപ്പം നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ചെയ്ത ശിരസുകളുടെ റീപെയിൻറ്റിങ്, റീമോൾഡിങ്, അങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന വലിയ തലയല്ലേ, അത് ഇപ്പം ഒരു 10-12 വർഷത്തോളം പഴക്കമുണ്ട് ഇതിനല്ലേ. ഇത് നമ്മൾ ഉത്സവ സമയം ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഇപ്പം പഴക്കം അനുസരിച്ച് തടിയല്ലേ, അതിന് ചെറിയ പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്ത് അതെങ്കിൽ ക്ലിയർ ചെയ്ത് പെയിന്റ് അടിച്ച് പുതിയതാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ പുതിയൊരു പ്രത്യേകത കൂടെയുണ്ട്. ആ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ പ്രത്യേകത. ഇതാണ് ആ പ്രത്യേകത. ഇത് സ്നേഹ PS ആർട്ടിസ്റ്റാണ്, എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ശിഷ്യയാണ്. പുള്ളിക്കാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദികേശ ശില്പനിർമ്മാണത്തിലെ ആദ്യത്തെ വനിത എന്ന് തന്നെ പറയാം. ഇതുവരെ അപ്പം ഈ ഒരു നന്ദികേശ ശില്പ നിർമ്മാണത്തിൽ ഇതുവരെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത്? എൻ്റെ അറിവിൽ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. കാരണം ആരും അങ്ങനെ അധികം ഇതിലോട്ട് കടന്നു വന്നിട്ടില്ല. സ്ത്രീകൾക്ക് ഇത് ചെയ്യുന്നതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊരു വ്യത്യാസം ഒരു കലാകാരന് പാടില്ല എന്ന് പറയുന്നത്. ഇല്ല. കാരണം ഇപ്പം മനുഷ്യനല്ലേ,
അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്നതും മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്നതും എല്ലാം ജീവൻ തന്നെ. അതിനകത്ത് പിന്നെ ലിംഗ വ്യത്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം ഞങ്ങളിത് ചെയ്യുന്നത് വ്രതമൊക്കെ നോക്കി തന്നെ ചെയ്യുന്നത്. ഇതിന് ഒന്നും മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു ഓരോരുത്തരുടെ ആഗ്രഹമാണ് എന്ത് ചെയ്യണം, ഏത് മേഖലയിലേക്ക് കടന്നു വരണമെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളത്. സ്നേഹ അല്ലേ? ഏതൊരു സമയത്താണ് വിശാഖ് സാറിന്റെ അടുത്തോട്ട് എത്തിപ്പെട്ടത്? ഞാനിപ്പം വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ്. എന്തുവാണ് ചിത്രരചന സംബന്ധിച്ചാണോ വന്നത്? മ്യൂറൽ പെയിന്റിങ് പഠിക്കാനായിട്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്തെത്തിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചിത്രരചനയോട് മാത്രം ഉള്ളായിരുന്നു താല്പര്യം. കാര്യം വർഷങ്ങളോളം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും പഠിപ്പിക്കാനുണ്ടിരുന്നെങ്കിൽ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ എനിക്കിതുവരെ ഒരു ഗുരു ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തിരക്കിയപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റാറ്റസിലൂടെ കണ്ടതാണ് ഇങ്ങനെ മ്യൂറൽ പെയിന്റിങ് പഠിപ്പിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ മുന്നിൽ എത്തിയത്. ഇപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ, ഈ ഒരു നന്ദികേശ നിർമ്മാണത്തിലേക്ക്, നന്ദികേശ എന്താ പറയുക ശില്പം ചെയ്യുന്നതിലേക്ക്. അപ്പൊ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എന്ന് പറയും ഉണ്ട്. കാര്യം പെണ്ണുങ്ങൾ ഇതുവരെ നന്ദികേശ ശിരസ് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പം എനിക്ക് അതിലോട്ട് പോകണമെന്നൊരാഗ്രഹം തോന്നി. നമ്മൾ എല്ലാവരിൽ നിന്നും ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതല്ലേ എപ്പോഴായാലും നല്ലേ. അപ്പം എനിക്ക് അതിനോട് ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നി. തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കാര്യം നമ്മൾ ഓൾറെഡി പെയിന്റിങ് ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട് ഇതിലോട്ട് ചെയ്തപ്പം ആദ്യമേ എനിക്കൊരു പേടി തോന്നി. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ധാരാളം നന്ദികേശ ശിരസ് ഒക്കെ നമ്മൾ കണ്ട്, അതിലൊന്നാണിത്. പക്ഷെ ഇതിൽ കുറെ ഡാമേജ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്? ഇത് നമ്മളിതില് പിന്നെ പഴയ കുട്ടികളൊക്കെ കുത്തിക്കളഞ്ഞിട്ട് പിന്നെ ഇതിനകത്തില് നമ്മൾ പാച്ച് വർക്ക് നമ്മൾ മുന്നേ കണ്ട ഒരു സംഭവം. അത് തന്നെ. അത് മാത്രമല്ല ഇത് പൊട്ടിക്കീറിയിരിക്കുന്നത് വിള്ളല് അധികം ആവാതിരിക്കാൻ വേണ്ടി ഇതിനകത്തില്. ഇപ്പൊ എത്ര വർഷം പഴക്കം കാണും? ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷെ ഇത് തടി ഊറാവെന്നാ പറയുന്നത്, ഊറാവിന്റെ തടി ഇത്. അതുകൊണ്ട് ഇതിന്റെ വെയിറ്റ് അധികം ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇതിന്റെ ചിത്രകലക്കൊക്കെ എന്തെങ്കിലും ഐതിഹ്യങ്ങൾ വല്ലതും ഉണ്ടോ? ശിവന്റെ ദേവി അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ആ ഒരു ഇതുപോലെ വരുന്നത് ഒക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ കൊടുക്കും. അപ്പം ഇത് കണ്ടില്ലേ, ഇത് ഒരു കൈ വിരലിറങ്ങുന്നതോടെ പൊട്ടലുണ്ട്. ഇത്രയും പൊട്ടിയതൊക്കെ സാധാരണ എല്ലാവരും മാറാനാണ്, പാച്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മളോട്. പക്ഷെ നമ്മളത് ചെയ്ത് കൊടുക്കപ്പെടും. അപ്പം നമ്മൾ കണ്ട ഒരു മൂലയിലായിട്ട് ഒരു നന്ദികേശ ശിരസ്, അത് ഏകദേശം എത്ര വെയിറ്റ് വരും? അതിന് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ്. 4 പേര് ചേർന്ന് പിടിച്ചാലേ പൊങ്ങത്തുള്ളൂ. അപ്പൊ അതൊരു മൂലയിലേക്ക് മാറ്റി വെക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതെന്ന്. അപ്പം അതിൻ്റെ കുറച്ച് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങള് പേപ്പറൊക്കെ പിടിച്ച് സെറ്റ് ചെയ്തിട്ട് എംസിയിൽ വെച്ചിട്ട് അല്ല, അത് ഞങ്ങള് പിന്നെ പൊട്ടിയത് കുറച്ച് പാച്ച് വർക്കൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്യാം. അതാണ് നമ്മൾ മുന്നേ കണ്ട കാഴ്ചയൊക്കെ അല്ലെ. ചെയ്തിട്ട് അവസാനം നമ്മൾ ഈ ഒരു ചെറിയൊരു പെയിന്റിങ്ങിലോട് കൂടി ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നു അല്ല. ഈ ഒരു ലെവലിലാണ് ഇപ്പൊ കൊണ്ടുവന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവരുടേതായ ഓൺ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ നമ്മളിവിടെ കണ്ടു. അപ്പം വളരെ സന്തോഷം. ഈ ഒരു രീതിയിൽ തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ.